ഇവിടെയൊക്കെ ഏത് സമയത്ത് നോക്കിയാലും ആളുകൾ ഇങ്ങനെ പട്ടിക്കുട്ടീനെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയേക്കണ കാണാൻ സാധിക്കും. പല മോഡലിലായിട്ട് പല വലിപ്പത്തിലായിട്ടുള്ള പട്ടികളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ പൂച്ചക്കുട്ടികളൊന്നും അവനെ അധികം കണ്ടിട്ടില്ല. എന്തായാലും നല്ല രസമുണ്ട്. നമുക്ക് താഴെ ഇറങ്ങിയാലും ശരി, അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നാലും ശരി, ഇതൊക്കെ തന്നെയാണ് കാഴ്ച. ഹലോ, നമസ്കാരം. ഉച്ച തുടങ്ങി വൈകിട്ട് വരെയുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നേക്കണം. അപ്പോൾ ഞാനിപ്പോൾ അതേ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങിയൊക്കെയാണ്. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. കടയിൽ പോകാനുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ എന്തായാലും വീഡിയോ കൂടി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചേ. ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല, ലഞ്ചൊക്കെ കഴിക്കണ സമയമാവണേ ഉള്ളൂ. ആദ്യം തന്നെ പുറത്തു പോകാം, എന്നിട്ട് വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചുതരാം. ഈ കാണാണ്ട ഈ ഇഷ്ടികക്കളം പോലെ ഇതിൻ്റെ ഉള്ളിലാണ്ട വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടണ ഒരു സെറ്റപ്പൊക്കെ വെച്ചേക്കണത്. കാണിച്ചു തരാം. ഇതാണ് പാർക്കിംഗ് ഏരിയ. ഇഷ്ടമാതിരി വണ്ടി ഉണ്ട് കേട്ടോ. ഒരു വീട്ടുകാർക്ക് തന്നെ 3 വണ്ടി 4 വണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണണ്ട അവർ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് വന്നാണ് കാണുന്നത്. ഈ കാണുന്നതിൻ്റെ ഉള്ളിലായിട്ടാണ് വേസ്റ്റിൻ്റെ ആ ഒരു ബിന്നും കാര്യങ്ങളൊക്കെ വരുന്നത്. ഭയങ്കര വൃത്തിക്കാണ്ട് അവിടെ വെച്ചേക്കുന്നത് കണ്ടോ. ഇതിങ്ങനെ 2 ബോക്സ് പോലെ ഉണ്ട് ഇങ്ങനെ. എന്നിട്ട് അതിൽ നമ്മൾ ഇങ്ങനെ വേസ്റ്റ് ഇടും. ഇപ്പം നല്ല ക്ലീനാക്കി ഒരൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പോവാം. ഇതാണ് കേട്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു കോമ്പൗണ്ട്. ഇങ്ങനെ ഓരോ ബിൽഡിങ്ങുകളായിട്ടാണ് വന്നേക്കണത്. ഒരുപാടുണ്ട് നടക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഇങ്ങനെ ഏത് സമയത്തും ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയേക്കണത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളും നടക്കാറുണ്ട് കേട്ടോ. ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ സമയം പോണതേ അറിയില്ല. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹെഡ്ഫോണിൽ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ജിമ്മുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട്. ഇനിയിപ്പോൾ ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ പറ്റിയിട്ടുള്ള ഒരു ഹോളും അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ അനുസരിച്ചാണ് നമ്മുടെ വാടകയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാനിതെല്ലാം മുമ്പത്തെ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. എങ്കിലും ഞാനിനി സമയം കിട്ടണ പോലെയൊക്കെ അതൊക്കെ ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പോൾ പോരാത്തിന് വിൻ്ററൊക്കെ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ട് തന്നെ പൂളൊക്കെ അവരിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. ജിമ്മായാലും പാർക്കും അതൊക്കെ പിന്നെ ഓപ്പൺ ആണ്. പക്ഷേ പൂൾ അങ്ങനെയല്ല കേട്ടോ. ഓരോ സീസൺ സമയത്താണ് അവരത് ഓപ്പൺ ചെയ്യുള്ളൂ. ഈ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. നല്ല തിരക്കുള്ളൊരു ഹൈവേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ തന്നെ സിഗ്നലൊക്കെ ഉണ്ട് മുമ്പിൽ തന്നെ. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇവർ ഈ റോഡിനെ വീതിയൊക്കെ കൂട്ടാനുള്ള ഒരു ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇതേ ആ കാണുന്ന ഒരു വേല് പോലെ കണ്ടില്ല, അതൊക്കെ ഇപ്പോൾ അവർ പുരോഗമിച്ച് ഇപ്പോൾ പുതിയതായിട്ടൊക്കെ റെഡിയാക്കി എടുത്തേക്കണതാണ്. ഇവിടെ എവിടെ നോക്കിയാലും കുറേ പണി സാധനങ്ങളും അതും ഇതൊക്കെ കാണാൻ സാധിക്കും. ഇങ്ങനെ റോഡ് വീതി കൂട്ടണതിൻ്റെ ഭാഗമായിട്ടേ കുറേ പരിഷ്കാരങ്ങളൊക്കെ അവരിവിടെ വരുത്തുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡുകൾ വളച്ചുമൊക്കെ ആയിട്ട് ആ നേരെ കാണാണ്ട അതൊക്കെ ശരിക്കും മുമ്പ് ഇങ്ങനെ വെറുതെ പറമ്പ് പോലെ കിടന്നേച്ചാണ്. അവിടെയൊക്കെ അവരിങ്ങനെ റോഡിൻ്റെ ഓരോ ഭാഗങ്ങളാക്കി മാറ്റുകയാണ്. പിന്നെ മാത്രമല്ല റൈറ്റ് സൈഡിൽ കണ്ട ഇങ്ങനെ ഒരു പറമ്പ് പോലെ കിടക്കുന്നത് അതൊക്കെ അവർ റോഡിന് വീതി കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചേക്കണം. എന്തായാലും ഒരു കുറച്ച് നാളും കൂടി കഴിയുമ്പോഴത്തേനും ഇവിടെ ഇങ്ങനെ വീതിയൊക്കെ കൂടി നല്ലൊരു അടിപൊളി ഹൈവേ ആയിട്ട് മാറും ഈ ഒരു ഭാഗം. നമ്മൾ ആദ്യം ഒരു ഫാമേഴ്സ് മാർക്കറ്റിലേക്കാണ് വന്നേക്കണം. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഷോപ്പുകളൊക്കെ വരുന്നത്. ഫസ്റ്റ് നമ്മൾ വന്നേക്കണ ഷോപ്പിൽ കയറി വന്ന പാടെ തന്നെ കണ്ടത് ഇതേ മണി പ്ലാന്റുകൾ തൂക്കിയിട്ടേക്കണ കേട്ടോ. ആ തൂക്കിയിട്ടേക്കണ ചെടിച്ചട്ടിയില്ലേ അതിന് $25 വരുന്നുണ്ടായിരുന്നു വില. ഇവിടെ സാധാരണ ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾ, പിന്നെ ഡയറി ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പിൽ കിട്ടുക. അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ നിന്നാണ് വെജിറ്റബിളും ഒക്കെ മേടിക്കാറ്. അത്യാവശ്യം വില കുറവൊക്കെ ഉണ്ട്. അപ്പോൾ അതേ നമ്മളങ്ങനെ ഏത്തപ്പഴം വാങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചെറുനാരങ്ങ മേടിക്കണമായിരുന്നു. ഇവിടുത്തെ ചെറുനാരങ്ങ നല്ല വലിപ്പമാണ്. ഇത് നാട്ടിൽ കിട്ടുന്ന പോലത്തെ നാരങ്ങയാണ്, പക്ഷെ അത് പച്ചയായിട്ടാണ് ഇരിക്കുന്നത്. അതിനുശേഷം ഞാനും ദേ ഈ ഒരു ചെടി കയ്യിലാക്കിയിട്ടുണ്ട്. ഞാൻ കുറേ നാളായി ഇത് നോട്ടോട്ട് വെച്ചിട്ട്. അപ്പോൾ ഇത്തവണ കണ്ടപ്പോൾ അന്ന് അങ്ങനെ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ ചെടിയുടെ തന്നെ ഒരു സെക്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ മണി പ്ലാന്റ്. ഒരുപാടൊന്നുമില്ല, ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കളക്ഷൻസ്. പിന്നെ അതേ കുറേ പൂവുകൾ അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചെടിക്ക് വരുന്നത് $7 വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു $500 റേറ്റിലാണ് വരുന്നത്. അങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി, അങ്ങനെ വാങ്ങിയതാണ്.
ഇനി നമുക്ക് അടുത്ത ഷോപ്പിലേക്ക് പോകാം. എല്ലായിടത്തു നിന്നും കുറച്ച് സാധനങ്ങളൊക്കെയാണ് വാങ്ങിക്കാനുള്ളത്. ഈ റൈറ്റ് സൈഡിൽ കാണാണ്ടില്ലേ, ഇതൊക്കെ അപ്പാർട്ട്മെൻറ്റുകളാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് എവിടെ നോക്കിയാലും നമുക്ക് അപ്പാർട്ട്മെൻറ്റുകളാണ് കാണാൻ സാധിക്കുക. കാരണം വെച്ചാൽ എന്തോരം ആളുകളാണെന്ന് അറിഞ്ഞാൽ ഇങ്ങനെ പുറം നാട്ടിൽ നിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ സ്ഥലം മാറിയും ഒക്കെ വരുമല്ലോ ആളുകൾ. നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പിലേക്കാണ് കേട്ടോ വന്നേക്കണം. കുറച്ച് മരുന്നുകളൊക്കെ മേടിക്കാനുണ്ട്. മെഡിക്കൽ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു സൂപ്പർ മാർക്കറ്റൊക്കെ പോലെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെ. അപ്പോൾ നമ്മളങ്ങനെ അവിടെ വന്നേക്കണതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മെഡിസിൻസ് മാത്രമല്ല കേട്ടോ, അല്ലാതെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് വിൽക്കാൻ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഗിഫ്റ്റ് കാർഡുകളൊക്കെയാണ് കേട്ടോ നമുക്ക് ഫസ്റ്റിൽ തന്നെ കാണാൻ കഴിഞ്ഞത്. ഇതൊക്കെ കഴിഞ്ഞ് കുറേ അങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് പിന്നെ മെഡിസിനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. ഇത് ഫുള്ള് എന്താ പറയുക, മൗത്ത് വാഷ്, പേസ്റ്റ്, അങ്ങനെ നമ്മുടെ ഈ പല്ലിന് പരമായിട്ടുള്ള കുറേ മരുന്നും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ഉണ്ട് കേട്ടോ. ഇത് എന്തോരമാണെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇത് കോൾഗേറ്റിൻ്റെ പേസ്റ്റൊക്കെ ഇരിക്കുന്നുണ്ടില്ലേ, പല പല മോഡലായിട്ടുള്ളത്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഫുള്ള് ഈ ബോഡി പരമായിട്ടുള്ള ഹെയർ റിമൂവർ ക്രീമുകൾ, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ. അങ്ങനെ ഓരോന്നിനും ഓരോരോ സെക്ഷനുകളൊക്കെയാണ്. ഈ ഡോസ് കുറഞ്ഞിട്ടുള്ള മരുന്നുകളൊക്കെയാണ് ഇവിടെ കിട്ടുള്ളൂ. അല്ലാതെ വലിയ ഡോസ് കൂടിയ മരുന്നുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയൊന്നും കിട്ടുന്നില്ല. നമുക്ക് ചെറിയ ഈ ഇല്ലറ എന്തെങ്കിലുമൊക്കെ മരുന്നുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് വാങ്ങിക്കാനാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതേ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഓരോ സെക്ഷനുകളിൽ കയറി ഇങ്ങനെ വീഡിയോ എടുക്കണം. അത് പിന്നെ എവിടെ ചെന്നാലും അങ്ങനെ തന്നെയാണല്ലോ. എവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ കാണുമ്പോഴേ നമുക്കിങ്ങനെ ഒരു കൗതുകമാണല്ലോ, ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോകും. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെക്ഷനിലാണ് ഇപ്പോൾ ഞാൻ വന്നേക്കണത്. ഇവിടെ ഫുള്ള് വള, മാല, കമ്മൽ, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയില്ലെങ്കിലും വെറുതെ തൊട്ട് തലോടി നോക്കാമെന്നുള്ളത് ഒരു രസമാണല്ലോ. ഇത് മോതിരത്തിൻ്റെ കളക്ഷനാണ് കേട്ടോ ഈ കാണുന്നത്. വലിയ അങ്ങനെ വിലയൊന്നുമില്ല കേട്ടോ, സാധാരണ ഒരു റേറ്റ് അത്രയൊക്കെ വരുന്നുള്ളൂ. നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് മരുന്നുകളൊക്കെ ഓൺലൈനായിട്ടാണെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാം കേട്ടോ. ഹോം ഡെലിവറി ഒക്കെ ഉണ്ടാവും. നമ്മൾ ബുക്ക് ചെയ്താൽ മതി, അപ്പോൾ അവരവിടെ കൊണ്ടുത്തരും. പിന്നെ നമുക്ക് ഇവിടെ വന്ന് നേരിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. ഇവിടെ എല്ലാ കടകളിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റിലും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഓൺലൈൻ ഡെലിവറി ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ അങ്ങനത്തെയൊക്കെ പരിപാടികൾ. പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്യും സാധനങ്ങളൊക്കെ. എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ നോക്കി വാങ്ങിക്കും. അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഫോളിൻ്റെ ഒരു സീസണാണ്. അതായത് നമ്മുടെ മരങ്ങളൊക്കെ ഇങ്ങനെ കളറ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, അതിലെ ഇലകളൊക്കെ. ഇത് കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ കാണുന്ന മരങ്ങളെല്ലാം ഒന്നുമില്ല കേട്ടോ. ചില ഇലകളൊക്കെയാണ് ഒരു ഓറഞ്ച്, ഒരു മഞ്ഞ, ഒരു ലെവലിലേക്കൊക്കെ കളറിങ്ങനെ മാറാനിങ്ങനെ തുടങ്ങണേ ഉള്ളൂ. ആ ഒരു സമയം ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കണേണ്. അപ്പോൾ അത് കാണുമ്പോൾ നല്ല രസമുണ്ടാ കാണാനായിട്ട്. നമ്മളിപ്പോൾ പോണത് ഒരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലേക്കാണ്. നമ്മൾ ഏതൊക്കെ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചാലും നമ്മുടേതായ ചില പലചരക്ക് ഐറ്റംസുകളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ്ട് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്. ഫസ്റ്റ് തന്നെ നോക്കിക്കണ്ടേ, നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ചെയറില്ലേ, അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കല്യാണ വീടുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതേപോലത്തെ ചെയർ. പിന്നെ ഞാൻ ഇതേമാതിരത്തെ ഒരു സീസണിങ്ങിൻ്റെ പൗഡർ വാങ്ങിയിട്ടാണ് ഈ സാലഡൊക്കെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ കുറച്ച് ദോശമാവ്, പിന്നെ അതുപോലെ തന്നെ ഇത് ബേക്കറി സെക്ഷനാണ്. സവാള ബജിയാണ് കേട്ടോ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ വാഴയില. ഈ വാഴയിലൊന്നും എപ്പോഴും ഉണ്ടാവില്ല, ചില സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ പഴുത്ത ചക്ക കട്ട് ചെയ്ത് വെച്ചേക്കണണ്ട $2 കേട്ടോ. ആ ഒരു കുഞ്ഞു പടലാന്ന് പറഞ്ഞാൽ ഒരു 10 ചോള ഉണ്ടാവുമായിരിക്കും. അത്രേ ഉള്ള ഒരു പടലക്കാണ് $2 വില വന്നേക്കണത്. പിന്നെ അതുപോലെ തന്നെ ഇത് മുരിങ്ങയില, ഇത് കറിവേപ്പില, പിന്നെ കുറേ ചീര ഐറ്റംസുകൾ, അങ്ങനെ എല്ലാം കിട്ടും ഇവിടെ. അപ്പം നമ്മുടെ നാട്ടിൽ കിട്ടണ എല്ലാ ഐറ്റംസുകളും ഇവിടെ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. പക്ഷേ റേറ്റ് കൂടുതലാണെന്നേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് റംബൂട്ടാൻ, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഫ്രോസൺ ഫുഡുകൾ ഇവിടെ കിട്ടും കേട്ടോ. ഞാൻ കാണിച്ചു തരാം, കുറച്ച് ഐറ്റംസുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഏകദേശം ലഞ്ച് കഴിക്കാനുള്ള ടൈമൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് വേണം, പിള്ളേരും വരുമല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ഫ്രോസൺ കായ മെഴുക്കുവരട്ടിയാണ്. നമ്മുടെ നാട്ടിലുള്ള അതേ ഒരു ഇതല്ലേ, ആ പടത്തിൽ കണ്ടില്ലേ, ഞാനത് റെഡിയാക്കി ചൂടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സാമ്പാർ ഉണ്ടായിരുന്നു, അതൊക്കെ ചൂടാക്കി വെച്ചു. പിന്നെ ഇത് തണ്ണിമത്തൻ ഇട്ടാ. ഇന്ന് ഞാൻ കാണിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നല്ല മധുരം കേട്ടോ. ഇത് നല്ല മധുരം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മധുരമാണ്. നല്ല വലിപ്പത്തിലുള്ള തണ്ണിമത്തൻ ഇങ്ങനെ പീസാക്കി ഇങ്ങനെ ആ ഒരു ഫാമേഴ്സ് മാർക്കറ്റില്ലേ, നമ്മൾ അവിടെ നിന്ന് വാങ്ങിയതാണത്.
അപ്പം ഞാൻ കുറച്ച് മീൻകറിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ടയും കൂടി വറക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മുടെ ലഞ്ചൊക്കെ ഇവിടെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ആവൂല് വറുത്തരച്ച മീൻകറിയാണ് ഉണ്ടായിരുന്നത്. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചട്ടിക്കലോണ്, അതൊക്കെ പതുക്കെ ഇപ്പോൾ ഉപയോഗിച്ചൊക്കെ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഉണക്കമീൻ്റെ ഈ ഒരു റോസ്റ്റില്ലേ, ഇത് നമ്മൾ ഇവിടുത്തെ ഒരു കേരള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണത്. അതിൻ്റെ ഇടയിൽ ഇതേ നമ്മുടെ കായ മെഴുക്കുവരട്ടി ഞാൻ ചൂടാക്കിയിട്ടാണ്, നല്ല അടിപൊളി മണമുണ്ടേ, നല്ലൊരു വെളുത്തുള്ളിയുടെ ഒക്കെ മണം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഏത്തക്ക അല്ല കേട്ടോ, ഇത് ചൂടാക്കിയപ്പോൾ കഴിച്ചു നോക്കിയിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇത് ഏത്തക്ക അല്ല തോരൻ വെച്ചേക്കണം, വേറെ ഈ സാമ്പാറിലൊക്കെ ഇടുന്ന ഒരു കായില്ലേ, അതിൻ്റെ തോരനാണെന്ന് എനിക്ക് തോന്നണേ. ഇതിൻ്റെ ഇടയിൽ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വന്നു, പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് ലഞ്ചൊക്കെ കഴിച്ചത്. വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനും പാത്തു പതിവ് പോലെ തന്നെ ടൈഗർ ബിസ്ക്കറ്റിലേക്ക് കിടന്നിട്ടുണ്ട്. പിന്നെ അതേ പാത്തുവിൻ്റെ മുടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം അതേ ഓൺലൈനായിട്ട് ആൾ വാങ്ങിയതാണ്, കുറേ കളറ് പോലത്തെ ഒരു സാധനം. അതിങ്ങനെ തലയിൽ തൂക്കിക്കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുള്ളിക്കാരത്തിയുടെ പ്രധാന പരിപാടി. വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് പഠിക്കാനൊക്കെ ഉണ്ടാവും ഇഷ്ടംമാതിരി. ചില ദിവസങ്ങളിലൊക്കെ പാത്തു കളിക്കാൻ പോകാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അകത്ത് തന്നെ പാർക്കൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവിടെ പോകുമ്പോൾ അവളുടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ താമസിക്കണതേ. അപ്പോൾ അവരൊക്കെ വരും, ഒരുമിച്ച് കൂടും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ആ സമയങ്ങളിൽ പേരൻസൊക്കെ ഉണ്ടെങ്കിൽ അവരും വന്നിരിക്കും. അവിടെ ഇങ്ങനെ ആ പാർക്കിൻ്റെ അടുത്ത് ഇങ്ങനെ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവില്ല, അപ്പോൾ അവിടെ വന്നിരുന്ന് വർത്തമാനങ്ങളൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ്. ഞാൻ വല്ലപ്പോഴൊക്കെയാണ് കേട്ടോ പോകാറുള്ളത്. മിക്കപ്പോഴും വല്ല ഫ്രൈഡേ ഒക്കെ അവൾ പോകാറുണ്ട്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പിന്നെ പഠിക്കാനും പിന്നെ ആകെ ഒരു ടയേർഡൊക്കെ ആയിരിക്കുമല്ലോ, പോകാനൊക്കെ ഒരു സമയം തന്നെ കിട്ടാറില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഇവിടുത്തെ ഗ്രൗണ്ടും ആ പാർക്കും ഒക്കെ അവിടുത്തെ ഒരു രീതികളൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കിച്ചണിൽ അതേ ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ദേ ബീഫ് ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്, ഡിന്നറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഗ്രില്ല് ചെയ്തിട്ട് അതിങ്ങനെ സ്റ്റീക്കിൻ്റെ സോസൊക്കെ വെച്ച് റെഡിയാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റീക്കിനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അധികം മസാലയൊന്നും തേക്കണ്ടല്ലോ, വെറുതെ ഉപ്പും കുരുമുളകും മാത്രം മതി. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് ഈ നമ്മുടെ കേരളീയ രീതിയിലുള്ള കുറേ മസാലകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് കേട്ടോ ഇപ്പോൾ റെഡിയാക്കിയേക്കണത്. ഇതിപ്പോഴേ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിലേ ഡിന്നറൊക്കെ ആകുമ്പോഴത്തേനും ആ മസാലയൊക്കെ പിടിച്ച് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പീസോട് കൂടി കട്ട് ചെയ്ത് മിക്ക സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പ് റേറ്റിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ ബീഫായാലും ചിക്കനായാലും ഒക്കെ നമുക്ക് ഗ്രില്ല് ചെയ്യാനും സ്റ്റീക്ക് ആക്കാനും പറ്റിയ പല രീതിയിലും അവരിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ വാങ്ങിയതാണ്. ഈ രണ്ടൊരു പീസായിട്ടാണ് അത് ഒരു ബോക്സിൽ കിട്ടുക. നമ്മുടെ നാട്ടിലിപ്പോൾ ലുലുവിലൊക്കെ കിട്ടുമല്ലോ പല കട്ട് ചെയ്ത പീസുകൾ, അതേപോലെയൊക്കെ തന്നെ ഇവിടെ. അങ്ങനെ ഞാനത് എല്ലാം അങ്ങനെ മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടിയിട്ട് വേണം കേട്ടോ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ തിരക്കായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കും. അതൊക്കെ തന്നെയാണ് ഇനി അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഷോപ്പ് റൈറ്റിലെ വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എങ്കിലും ഇനി ഞാൻ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് മാത്രത്തെ പീസുകളും ഒക്കെ ഇങ്ങനെ വച്ചേക്കണത്. ഇതിപ്പോൾ രാത്രി 8 മണിയായിട്ടുണ്ട്. പാത്തുതേ ഓൺലൈനായിട്ട് മദ്രസ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്താണോ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലുള്ള ക്ലാസ്സാണ് കേട്ടോ അറ്റൻഡ് ചെയ്യണം. അപ്പം നാട്ടിലെ സമയവും ഇവിടുത്തെ സമയവും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോഴാണ് പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ 8 മണിയാണെങ്കിൽ നാട്ടിലൊരു 5:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ വെളുപ്പിനാണ് അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂറോളം ഉണ്ട് ക്ലാസ്. ഞാൻ ഗ്രില്ലിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ആദ്യം തന്നെ ഫ്രഞ്ച് ഫ്രൈസാണ് കേട്ടോ നമ്മൾ റെഡിയാക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഓയിൽ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഓയിൽ പേപ്പർ വയ്ക്കും, ചിലപ്പോൾ വയ്ക്കില്ല, അതൊക്കെ ഓരോ തോന്നൽ പോലെ ഇരിക്കും. എയർ ഫ്രയറിലാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അപ്പോൾ അതേ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ഫ്രോസൺ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ ഫ്രഞ്ച് ഫ്രൈസ്. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതൊരു പ്ലേറ്റിലേക്ക് ആക്കി ആ ഒരു ഓയിൽ പേപ്പർ തന്നെയാണ് കേട്ടോ എടുക്കണത്. അതിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ അതിൽ തന്നെയാണ് ഞാൻ ബീഫും ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ ഇതിൽ പെട്ടെന്ന് തന്നെ റെഡി ആവുന്നുണ്ട് കേട്ടോ, നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ സുഖമാണല്ലോ ഈ ഒരു എയർ ഫ്രയറിൻ്റെ ഈ ഒരു ബോക്സിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ 2 പീസും ഒരുമിച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. ഇങ്ങനെ മീരക്കും മീത ഇടാതിരുന്നാൽ മതി, കണ്ടില്ലേ 2 പീസ് വയ്ക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. പിന്നെ ഇതിപ്പോൾ ഗ്രില്ല് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. ഞാനൊരു 20 മിനിറ്റാണ് ഒരു സൈഡ് വെക്കണത്. പിന്നെ മറ്റേ സൈഡ് അത്രേൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു സമയം കൊണ്ടിട്ട് ഞാനെന്തേ അതിന് വേണ്ടിയിട്ടുള്ളൊരു സോസ് റെഡിയാക്കാൻ പോവുകയാണ്.
അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റീക്കിൻ്റെ സോസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് എൻ്റേതായ കുറച്ച് ഭേദഗതികളൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ ഈ സോസ് റെഡിയാക്കണത്. അപ്പോൾ ഞാൻ ബട്ടറിൽ ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി കേട്ടോ, ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെയാണ്, എങ്കിലും ഞാനൊന്നും കൂടി പറയാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ നിറം ആയപ്പോഴത്തേനും ഞാൻ അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഫ്ലേവറിനായിട്ട് മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചിക്കൻ്റെ ഫ്ലേവർ കിട്ടുമല്ലോ, അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരുമല്ലോ. നമ്മൾ സാധാരണ ചില്ലി ചിക്കനും ഈ മറ്റേ കോൺഫ്ലവറൊക്കെ ചേർക്കില്ല എന്ന് പറഞ്ഞ മാതിരി ഇത് ചേർക്കുമ്പോഴത്തേനും നല്ലൊരു കുറുകിപ്പായിട്ട് വരും. അതിനുശേഷം പിന്നെ ഞാനത് ഇന്നിപ്പോൾ നമ്മൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ള ആ ഒരു സാലഡിൻ്റെ ആ ഒരു സീസണില്ലേ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടുമ്പോൾ അടിപൊളിയായിരിക്കുമല്ലോ. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ബീഫും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ചിക്കൻ ചെയ്യണേലും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ബീഫ്. പിന്നെ കുറച്ച് ഞാൻ പൊട്ടറ്റോ സ്മാഷ് ചെയ്തിട്ടുണ്ടായി, കട്ടൻ ചായയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പൊട്ടറ്റോ സ്മാഷ് ചെയ്തതിൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ, ഞാൻ പിന്നെ ഒരു ദിവസത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ അതേ ഞാൻ വീണ്ടും ബാൽക്കണിയിലേക്ക് പോവുകയാണ്. എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തും അതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ നേരത്തും ഞാൻ ബാൽക്കണിയിലേക്ക് ജസ്റ്റ് പോകാറുണ്ട്. പിന്നെ കൂടുതൽ ദിവസങ്ങളിലൊന്നും ഞാൻ വീഡിയോ കാണിക്കാറില്ല, അതൊക്കെ ഒരു റിപ്പീറ്റേഷൻ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചെങ്കിലും ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴുള്ള കാഴ്ചയൊക്കെ അടിപൊളിയാണ്. എത്ര വീഡിയോ എടുത്താലും മതിയാവില്ല. ഇപ്പോൾ ഏകദേശം ഒരു തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പുറത്തേക്കൊക്കെ ഇറങ്ങാനൊക്കെ ഭയങ്കര പാടാണ്. ഇനിയിപ്പോൾ ഒരു 6 മാസം ഇവിടെ ഒരു തണുപ്പായിരിക്കുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാമല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയ വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.